ആ മോളത് നേരത്തെ എത്തിയോ? 7 മണിക്കെന്തോ സമ്മേളനം ഉണ്ടായിരുന്നില്ലേ, അത് ക്യാൻസലായോ? മീറ്റിങ്ങിന് പോയില്ല അച്ഛാ. ഞാൻ വിളിച്ചറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏർപ്പാടാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. എന്തു പറ്റി മോളെ? മോളെന്താ വല്ലാതിരിക്കുന്നത്? CM വിളിച്ചിരുന്നോ? ഫയലിന്റെ കാര്യം പിന്നെ എന്തെങ്കിലും പ്രശ്നമായോ? CM വിളിച്ചില്ല, പക്ഷേ ഫയലിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്താ? മോഷ്ടിച്ചത് ആരാണെന്ന് ഏകദേശം പിടികിട്ടി. ആരാ മോളെ ഫയൽ മോഷ്ടിച്ചത്? PDF-കാരോ നമ്മുടെ ശത്രുക്കളോ മറ്റോ ആണോ ഇതിനു പിന്നിൽ? അല്ലച്ചാ, രാഷ്ട്രീയക്കാരൊന്നും അല്ല. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് പറയുന്ന പോലെയാ കാര്യങ്ങള്. തെളിച്ച് പറ മോളെ. അമ്മയ്ക്കറിയാം. അമ്മയോട് ചോദിച്ചാൽ മതി അച്ഛൻ. ആരാ പ്രഭ ഇങ്ങനൊരു ചതി ചെയ്തത്? ആരാ ഫയല് മോഷ്ടിച്ചത്? നഷ്ടപ്പെട്ട ഫയലിന്റെ കാര്യം തനിക്കറിയാവോ? ചോദിച്ചത് കേട്ടില്ലേ? ആരെങ്കിലും ഒന്ന് പറ. പറ മോളെ, എന്താ സംഭവിച്ചത്? ഫയല് മാറ്റിയത് നന്ദു അച്ഛ. അമ്മയ്ക്കും അതറിയാം. നേരത്തെ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നന്ദു ആ ഫയല് മോഷ്ടിച്ചു എന്നല്ല, അബദ്ധത്തില് ആ ഫയല് മാറിയെടുത്തെന്നോ കൈമോശം വന്നോ എന്നൊക്കെ. സ്വന്തം ഭർത്താവ് എന്നെ ദ്രോഹിക്കാൻ വേണ്ടി മനഃപൂർവ്വം എടുത്ത് മാറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തൊക്കെയായി കേൾക്കുന്നത്? എവിടെ ആ ഫയൽ? എവിടെ? നന്ദൻ എവിടെ? അച്ഛാ, നടന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛൻ വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നത് അമ്മയും നന്ദുവും കൂടി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാ. ദേവി കാര്യം അറിയരുത്. ആ ഫയലിന്റെ കാര്യം അമ്മ അങ്ങ് മറന്നേക്ക്. ഞാനതെടുത്ത് മാറ്റിയെന്നുള്ളത് ഞാനും മറക്കാൻ ശ്രമിക്കുക. ഞാൻ ബഹളം ഉണ്ടാക്കി, വഴക്ക് കൂടി. അപ്പോ നന്ദു പ്ലേറ്റ് മാറ്റി. അച്ഛൻ ഇടപെട്ട് ആ ഫയൽ ഒന്ന് വാങ്ങിത്തരണം. അല്ലെങ്കിൽ എനിക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. നന്ദു തന്നെ എന്നോട് പറഞ്ഞ മാർഗം, കേസ് കൊടുക്കണം. പോലീസിൽ പരാതിപ്പെടേണ്ടി വരും.